ഈ പ്രോഗ്രാം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു അൻവി ടെക്സ്റ്റൈൽസ്, പഴയ ബസ് സ്റ്റാൻഡ്, ഗാലക്സി കോംപ്ലക്സ്, പാടിയൂട്ടുചാൽ. A1 ന്യൂസ് നമുക്ക് ചുറ്റുമെന്ന പ്രോഗ്രാമിലൂടെ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് കടുമേനി ഉന്നതിയിൽ താമസിക്കുന്ന സച്ചിൻ സതീഷ് എന്ന കൊച്ചുമിടുക്കനെയാണ്. വളരെ ചെറുപ്പം മുതൽ തന്നെ നൃത്തരംഗത്ത് കഴിവ് തെളിയിച്ച് തന്റെ പരിമിതമായ ജീവിത സാഹചര്യത്തിനോട് വെല്ലുവിളിച്ച് സംസ്ഥാന തലത്തിൽ പോലും മികച്ച വിജയം കൈവരിച്ചുകൊണ്ടിരിക്കുന്ന മിടുക്കനാണ് സച്ചിൻ സതീഷ്. ചെറുപ്പത്തിൽ തന്നെ അച്ഛനെ നഷ്ടപ്പെട്ട സച്ചുവിനെ അമ്മയാണ് കൂലിപ്പണിയെടുത്തും വേണ്ട കാര്യങ്ങളൊക്കെ നിർവഹിക്കുന്നത്. ഇതുവരെയായി സ്വന്തമായ ഒരു വീട് പോലും ഇവർക്കില്ല. ഇതിനകം തന്നെ നിരവധി അനുമോദനങ്ങളും അവാർഡുകളും ഏറ്റുവാങ്ങിയിരുന്ന സച്ചിനെ A1 ന്യൂസിന്റെ നമുക്ക് ചുറ്റുമെന്ന പ്രോഗ്രാമിലൂടെ നിങ്ങൾക്കായി പരിചയപ്പെടുത്തുന്നു. അപ്പോൾ സച്ചു മോനെ നമസ്കാരം. നമ്മൾ ചെറുപുഴ A1 ന്യൂസിൻ്റെ ആൾക്കാരാണ്. അപ്പം മോൻ്റെ ഇപ്പം ഡാൻസിൽ ഏറ്റവും വലിയ വിജയം നേടിയിട്ട് ഇപ്പോൾ ഇവിടെ എത്തിയിട്ടിരിക്കുകയാണ്. അതായത് ചെറുപ്പം തൊട്ടേ നല്ല ഡാൻസാണ് എന്ന് അറിഞ്ഞുകൊണ്ടാണ് നമ്മളിവിടെ വന്നത്. അപ്പം പരിമിതമായ സാഹചര്യത്തിൽ നിന്നും ഉന്നതിയിലേക്ക് വളർന്നുകൊണ്ടിരിക്കുന്ന മോനെ പോലുള്ളവരെ ജനങ്ങളുടെ മുമ്പിൽ എത്തിക്കുക എന്നത് കൂടിയാണ് നമ്മുടെ ലക്ഷ്യം. അപ്പം മോൻ്റെ വിശേഷങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മളിന്ന് വന്നത്. എവിടെയാണ് പഠിക്കുന്നത്? എവിടെയാണ്? ഞാൻ സെന്റ് തോമസ് HSS തോമാപുരം ചിറ്റാരിക്കാലാണ്. എത്രയിലാണ് പഠിക്കുന്നത്? ഞാനിപ്പോൾ 10th-ലായി. അപ്പം വർഷങ്ങളായി, കുറേ വർഷമായിട്ട് ഡാൻസ് ഫീൽഡിലുണ്ട്. ഞാൻ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് തൊട്ട് പഠിക്കുന്നുണ്ട്. അപ്പം ഈ മത്സരങ്ങളിലേക്ക് ചെറുപ്പം തൊട്ടേ ഉണ്ട്, മത്സരരംഗത്തേക്ക് ചെറുപ്പം തൊട്ടേ പോകുന്നുണ്ടല്ലേ? ഞാൻ പിന്നെ 1ാം ക്ലാസ് തൊട്ട് കലോത്സവത്തിന് മത്സരിക്കുന്നുണ്ട്. ഇപ്പം തൃശ്ശൂരുള്ള സതീഷ് മാഷാണ് പഠിപ്പിക്കുന്നത്. ഗീതാഞ്ജലി കലാക്ഷേത്രയിലെ മാധവങ്കലത്തുള്ള ഗീതാഞ്ജലി കലാക്ഷേത്രയിൽ ഇപ്പം ഡാൻസ് പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. മോനെ നമ്മളെ മനോജേട്ടനാണ് മോനെ പറ്റി നമ്മൾ പരിചയപ്പെടുത്തി തന്നത്. അപ്പോൾ മനോജേട്ടൻ പറഞ്ഞതനുസരിച്ചാണ് നമ്മളിവിടെ എത്തിയത്. അപ്പോൾ മോനെ പോലുള്ള ആൾക്കാരെയാണ് നമുക്ക് വേണ്ടത്. അപ്പം സച്ചു ഇനിയും ഒരുപാട് ഉന്നതങ്ങളിലേക്ക് എത്തണം. ബാക്കി വിശേഷങ്ങൾ നമുക്ക് മോനേട്ടാ ചോദിക്കാം. നമുക്ക് ബാക്കി സജുസേ ആയത് തന്നെ കൺഗ്രാറ്റ്സ്. എനിക്ക് ചെറുപ്പത്തൊട്ട് അറിയുന്ന കുട്ടിയാണ് സച്ചുസ്. ചെറിയ 1ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ നൃത്തം പഠിക്കാൻ തുടങ്ങിയാണ്. അറിയാം, എനിക്ക് പിന്നെ കൂടുതൽ ചോദിക്കുന്നതിൽ ഔപചാരികത ഇല്ല. പിന്നെ ഒരുപാട് പരിമിതമായ സാഹചര്യങ്ങൾ. പിന്നെ സച്ചൂസിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഒന്നാമത് അച്ഛൻ ഇല്ലാത്തൊരു കുട്ടിയാണ്. ചെറുപ്പത്തിൽ അച്ഛൻ മരിച്ചുപോയി. എന്നാലും അവൻ്റെ അമ്മ ഒരുപാട് കഷ്ടപ്പെട്ട് കൂലിപ്പണിക്ക് പോയിട്ട്, സത്യം പറഞ്ഞാൽ ഒരു മോനേ ഉള്ളൂ, അതുപോലെ കഷ്ടപ്പെട്ട് കൂലിപ്പണിക്ക് പോയിട്ട് അതുപോലെ പഠിപ്പിച്ച് അതിൻ്റെ എല്ലാ ആ സന്തോഷം അമ്മക്ക് കൊടുക്കുന്ന ഒരു മോനൊക്കെ പൊന്നുമോനാണ് സച്ചൂസ്. ശരിക്ക് സച്ചൂസിനെ ഞാൻ ചോദിക്കണം എപ്പോഴും വിചാരിക്കുന്ന കാര്യം, കാരണം നമ്മൾ ഒരുപാട് വേദികൾ ഒന്നിച്ച് പങ്കിട്ടിട്ടുണ്ട് അല്ലേ? ഞാൻ ചോദിക്കണം എന്ന് വിചാരിച്ച കാര്യം എന്താ വെച്ചാൽ സച്ചൂസിന് ശരിക്കും ഡാൻസ് ഉണ്ട് എന്ന് കണ്ടെത്തിയതാരാണ്? അത് പിന്നെ ഇപ്പം അമ്മേന്റെ ചേച്ചി ആന്റീന്റെ മോള് ഡാൻസ് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ ഗോത്ര കവിയത്രി. അതെ. അപ്പൊ ചേച്ചി ഇങ്ങനെ കളിക്കും. അന്നേരം ആ സമയത്ത് ചേച്ചി കളിക്കുന്ന കണ്ടിട്ടൊരു ഒരു താല്പര്യം തോന്നി. പിന്നെ സ്കൂളില് പിന്നെ അപ്പം ഇങ്ങനെ ഞാൻ ഡാൻസിനോട് ഒരു ഇൻട്രസ്റ്റ് ഉണ്ട് എന്ന് മനസ്സിലായ സമയത്ത് ചേച്ചി തന്നെയാണ് ഫസ്റ്റ് പഠിപ്പിച്ചത്. ആദ്യ ഗുരു ചേച്ചി തന്നെയായിരുന്നു ഫസ്റ്റ് പഠിപ്പിച്ചത്. അത് കഴിഞ്ഞിട്ട് പിന്നെ സ്കൂളിൽ മത്സരിച്ചപ്പം ഫസ്റ്റ് കിട്ടി. അന്നേരം പിന്നെ അച്ഛനും അമ്മയും കൂടി നല്ലൊരു ചേച്ചി എന്ന് പറഞ്ഞ നല്ലൊരു സാറിനെ വെച്ച് പഠിപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് അച്ഛനും അമ്മയും കൂടി സതീഷ് മാഷിനെ കണ്ടുപിടിക്കായിരുന്നു. അതല്ലേ സജുസേ? പിന്നെ വേറൊരു കാര്യം അറിയാനുള്ളതെന്ന് വെച്ചാല് ഒരുപാട് പ്രേക്ഷകർക്കെല്ലാം അറിയാനുള്ള കാര്യമാണ്. ഞങ്ങളുടെ പിന്നെ സച്ചൂസിനെ കുറിച്ച് പറഞ്ഞപ്പോൾ തന്നെ ഒരുപാട് ആൾക്കാർ അന്വേഷിച്ചൊരു കാര്യം എന്താ വെച്ചാല്, അത് സച്ചൂസിന്റെ ഈ പിന്നെ ഇതിൽ ഏറ്റവും പിന്തുണയായിട്ട് നിൽക്കുന്ന അമ്മ തന്നെയല്ലേ? അമ്മയും പിന്നെ ആന്റി എല്ലാരും ഉണ്ട്. അമ്മ എല്ലായിടത്തും വരാനും ഒക്കെ അമ്മ കൂടെ അമ്മയല്ലേ വരുന്നത്? അമ്മയും ആന്റിയും കൂടി ഒരുമിച്ച് വരില്ല. അതെ അല്ലേ? ഇപ്പൊ സച്ചൂസിന് ഇപ്പൊ പേപ്പറിലെല്ലാം ഒരാഴ്ചയായിട്ട് സച്ചൂസിന്റെ വാർത്ത തന്നെ ആയിരുന്നു, ഉന്നതിയിൽ നിന്ന് ഉന്നതങ്ങളിലേക്ക്. എനിക്ക് ഞാൻ വായിക്കുമ്പോൾ ഒരു അഭിമാനം തോന്നി. കാര്യം നമ്മുടെ നാട്ടിലെ ഉന്നതിയിൽ നിന്ന് ഉന്നതങ്ങളിലേക്ക് സച്ചൂസ് കുതിക്കുന്നു. അർത്ഥവത്തായ വാക്കുകൾ, വളരെ വളരെ സന്തോഷം തോന്നി. പിന്നെ എനിക്ക് സച്ചൂസായിട്ട് കൂടുതൽ ബന്ധമുണ്ട്. ഞങ്ങൾ കുറെ സ്റ്റേജുകളിൽ ഒന്നിച്ചൊക്കെ പങ്കെടുത്തവരാണ്. സച്ചൂസിന്റെ ഒരുപാട് നൃത്തങ്ങൾ എനിക്ക് നേരിട്ട് ആസ്വദിക്കാൻ പറ്റിയൊരു മഹാഭാഗ്യമുള്ള ആളാണ്. പിന്നെ സച്ചൂസ് ഇപ്പൊ ആരുടെ ശിക്ഷണത്തിലാണ് പഠിക്കുന്നത്? ഇപ്പം പിന്നെ സതീഷ് മാഷിന്റെ അടുത്ത് തന്നെ പഠിക്കുന്നത്. നമ്മുടെ സതീഷ് നീലേശ്വര മാഷ് ഇപ്പൊ തൃശ്ശൂരാ താമസിക്കുന്നത്. അപ്പം ഗീതാഞ്ജലി കലാക്ഷേത്ര മാധവങ്കലത്താണ് പഠിക്കുന്നത് ഇപ്പൊ. അതല്ലേ? ഏതൊക്കെ ഐറ്റങ്ങളിലാണ് ഇപ്പം ഭരതനാട്യം, കുച്ചിപ്പുടി, കേരളാടനം, ഈ മൂന്നെണ്ണത്തിനല്ലേ ഇപ്പൊ ഫസ്റ്റ് എ ഗ്രേഡ് ഈ ഫോക്ക് കളിച്ചിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം ജില്ലയിൽ കളിച്ചിട്ടുണ്ടായിരുന്നു. ഈ വർഷം ഫോക്കിന് പ്രൈസ് ഉണ്ടായിരുന്നില്ലേ? ഇല്ല, കഴിഞ്ഞ വർഷം ജില്ലയില് പിന്നെ 3rd ആയിരുന്നു. അപ്പീൽ കൊടുത്ത് കിട്ടിയിട്ട ഫോക്കിന്.
സച്ചൂസ് ഏറ്റവും ടോപ്പായിട്ട് പോയ ജില്ല വരെയല്ലേ പോയ സംസ്ഥാനം സ്റ്റേറ്റ് കഴിഞ്ഞ 2 കൊല്ലം സ്റ്റേറ്റിൽ പോയി. പിന്നെ ആദ്യത്തെ കൊല്ലം പോയ സമയത്ത് കേരള നടനവും ഫോക്ക് ഡാൻസിന് എ ഗ്രേഡ് ഉണ്ടായിരുന്നു. പിന്നെ കഴിഞ്ഞ കൊല്ലം ഭരതനാട്യം കേരള നടനം എ ഗ്രേഡ് കിട്ടിയല്ലേ. ഇത്തവണ സ്റ്റേറ്റിൽ എന്തിനൊക്കെയാ പോകുന്നത്? ഇത്തവണ 3 ഐറ്റത്തിന് ഏതൊക്കെയാണ്? ഭരതനാട്യം, കുച്ചിപ്പുടി, 3 ഫസ്റ്റ് ഗ്രേഡ് അല്ലേ? അതിന് 3 പോകുന്നത് ഇത്തവണയും കൂടി സ്റ്റേറ്റ് സ്റ്റേറ്റ് സ്റ്റേറ്റിലും ഫസ്റ്റ് എ ഗ്രേഡ് തന്നെ ആയിരിക്കും. സ്റ്റേറ്റിൽ ഇപ്പൊ നമുക്ക് കുറെ വർഷങ്ങളായിട്ട് ഫസ്റ്റ് ഇല്ല. ഇപ്പൊ എ ഗ്രേഡ് മാത്രമേ സ്റ്റേറ്റിൽ ഉള്ളൂ. എന്താ ഫസ്റ്റ് കൊടുക്കാത്ത? എന്താന്ന് അറിയില്ല. പിന്നെ സച്ചൂസിന് ഇപ്പൊ വയസ്സെത്രയായി? 15 വയസ്സായിട്ടുണ്ടോ അല്ലെ? ഇത്രയും ഈ കലാജീവിതം എന്നൊക്കെ പറയാം, 15 വർഷം കലാജീവിതം തന്നെ ആയിരുന്നു സച്ചൂസിന്. ഒരുപാട് വേദികൾ. സച്ചൂസിന് മറക്കാൻ പറ്റാത്ത എന്തെങ്കിലും അനുഭവങ്ങൾ ഈ കലാജീവിതത്തിലുണ്ടായിരുന്നു? മറക്കാൻ പറ്റാത്തെന്ന് പറയുന്നത് കലോത്സവത്തിന്റെ ഇപ്പൊ 2 വർഷം സ്റ്റേറ്റിൽ പോകാൻ പറ്റി. അത് തന്നെ ഏറ്റവും. അല്ല, വേറെ മോശമായ അവസ്ഥ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ മത്സരത്തിന് പോയിട്ട് ഉള്ള സാഹചര്യത്തിലോ? അങ്ങനെ എന്തെങ്കിലും ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ടോ? മോശമായിട്ട് അങ്ങനെ അവസ്ഥകളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. പിന്നെ എല്ലാരും ഇപ്പൊ കഴിഞ്ഞ വർഷം ഫോക്ക് ഡാൻസിന് എല്ലാരും ഫസ്റ്റ് കിട്ടുമെന്ന് പറഞ്ഞ് പിന്നെ അത് തേർഡ് ആയ സമയത്ത് ചെറിയൊരു വിഷമം ഉണ്ടായിരുന്നു. പിന്നെ അപ്പീലും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതൊന്നും സാരമില്ല സച്ചൂസേ, പരാജയം വിജയത്തിന്റെ മുന്നോടിയല്ലേ. പിന്നെ സച്ചൂസിനൊന്നും ആയിട്ടില്ല. സച്ചു തുടക്കം മാത്രമാണ്. ഇനി ഒരുപാട് വേദികൾ, സിനിമ, അങ്ങനെ ഒരുപാട് ഡ്രീമുള്ള ആളാണ്. ഒരുപാട് ബുദ്ധിമുട്ടും കഷ്ടപ്പാടിന്റെ ഇടയിലാണ് ഓനിങ്ങനെ എല്ലാവരുടെയും മുന്നിലേക്ക് വരുന്നത്. അപ്പൊ അത് തന്നെയാണ്. ഏതായാലും കുടുംബത്തിനായാലും എല്ലാത്തിനും ഒരു പ്രതീക്ഷയുണ്ട്. നാടിന് തന്നെ ഒരു അഭിമാനമായി മാറിയിരിക്കുകയാണ് സച്ചു. അപ്പൊ ഇതേ ഇതിൽ പോകണം മുമ്പോട്ട്. നമുക്ക് ആർക്കും ഒരു ബുദ്ധിമുട്ട് വരാത്തത്, അതുപോലെ അമ്മേനെയൊക്കെ സപ്പോർട്ട്. അപ്പം നിനക്ക് ആരോടാണ് ഇങ്ങനെ ഒരു കുറച്ച് കടപ്പാടുകൾ ഉണ്ടാവില്ല ഇങ്ങനെ ഇവിടെ എത്തിക്കുന്നില്ല. അപ്പൊ അവരോടൊക്കെ ആരോടെല്ലാം ഇങ്ങനെ കടപ്പാടുള്ളത്? എല്ലാരോടും ഉണ്ട്. കാരണം സാറും പിന്നെ അതുപോലെ തന്നെ എല്ലാരും അത്രയും നല്ല സപ്പോർട്ടാണ്. അമ്മയും ആന്റി ആയാലും എല്ലാവരും നല്ല സപ്പോർട്ട്. എല്ലാവരും ചെയ്തു തരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സതീഷ് മാഷ് നല്ല സപ്പോർട്ടാണ്. പിന്നെ മേക്കപ്പ് ചെയ്യുന്ന സുരേഷ് ഏട്ടൻ. അപ്പൊ 3 ഐറ്റത്തിനും മേക്കപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മളോട് എല്ലാം നല്ലൊരു സഹകരിച്ച് എല്ലാവരും നന്നായിട്ട്. സച്ചൂസ് നവരസയിലും പഠിച്ചോണ്ടിരുന്നില്ലേ? ഞാൻ നവരസയില് പിന്നെ നേരത്തെ പഠിച്ചോണ്ടിരുന്നു. പിന്നെ ഇപ്പം ഗീതാഞ്ജലിലോട്ട് മാറിയല്ലേ. അതെ. ക്ലാസ് ഏതൊക്കെ ദിവസം വരുന്നു അന്നേരം? നമുക്ക് ഞായറാഴ്ച, എല്ലാ ഞായറാഴ്ചയും രാവിലെ ക്ലാസ്. താമസിക്കുന്നത് എവിടെയാണ് ഇപ്പം? പിന്നെ കടുമ. അപ്പൊ ആന്റീന്റെ വീട്ടിലാണ് താമസിക്കുന്നത്. വീട് ഇപ്പം സ്വന്തമായിട്ട് വീട് ഇല്ല ആവണത്ര. സ്വന്തമായിട്ട് വീട് ആവണത്ര. അവനും അമ്മയും നീ മാത്രമാണ് ഉള്ളത് ശരിക്കും. ആന്റീന്റെ വീട്ടിൽ. അതെ, ആന്റിയുടെ വീട്ടിൽ താമസിക്കുന്നു. പ്രിയ പ്രേക്ഷകരെ, സച്ചൂസിന്റെ ഏകദേശം രൂപങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. നമ്മളെ സച്ചൂസിനെ സംബന്ധിച്ച് ഒരു വിഷമമുള്ള എന്താ വെച്ചാൽ സച്ചൂസിന് സ്വന്തമായിട്ടൊരു വീടില്ല. അവൻ സ്വന്തം വീട് പോലെ തന്നെ അവൻ ആന്റിയുടെ വീടുണ്ട്. അവന്റെ എല്ലാ ആൾക്കാരും അതുപോലെ സപ്പോർട്ടുണ്ട്, ആൾക്കാരുണ്ട്. പക്ഷെ സച്ചൂസിന് സ്വന്തമായിട്ടൊരു വീടില്ല. വീട് പണി പകുതി ആയപ്പോൾ എന്തോ പ്രശ്നമായിട്ടല്ലേ. അതുപോലെ വർഷങ്ങൾക്ക് മുമ്പ് 5-6 വർഷം മുമ്പ് സച്ചൂസിന്റെ അച്ഛൻ സതീഷ്, എനിക്കറിയുന്ന ആളാണ്, ഒരു പെട്ടെന്ന് അറ്റാക്ക് പോലെ വന്നിട്ട് പെട്ടെന്ന് മരിച്ചുപോയി. അതുകൊണ്ട് അച്ഛനില്ലാത്ത ഒരു കുറവ് അറിയിക്കാതെ വളർത്തുന്ന ഒരു മോനാണ്. പിന്നെ അതിൽ കൂടുതൽ സ്വന്തമായിട്ടൊരു കിടപ്പാടുമില്ല, വീടില്ല. അങ്ങനെയുള്ള ഒരുപാട് പരിമിതങ്ങളായ സാഹചര്യത്തിൽ ഇത്രയും നല്ലൊരു കലാപരമായിട്ട് നല്ലൊരു ഉന്നതിയിലേക്ക് എത്തുന്ന ഒരു കൊച്ചുമിടുക്കനാണ്. അതുപോലെ സച്ചൂസിന്റെ അമ്മ എല്ലാ പിന്തുണയായിട്ട് പുറകിലുണ്ട്. ഈ സ്റ്റേജിന്റെ ഏത് സ്റ്റേജ് പ്രോഗ്രാമിനും എല്ലാ മത്സരത്തിനും അമ്മ കൂടെയുണ്ട്. അമ്മയോട് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ചോദിച്ചറിയാനുണ്ട്. അമ്മേനെ ക്ഷണിക്കും. ഏവൻ ന്യൂസിന്റെ പ്രിയ പ്രേക്ഷകരെ, നമ്മുടെ സച്ചൂസിന്റെ അമ്മയോട് എത്തിയിട്ടുണ്ട്. ബിന്ദു എന്നല്ല പേര്? ബിന്ദു വെച്ച്, പിന്നെ എങ്ങനെ മോനെ കുറിച്ച് എന്താ അഭിപ്രായം? മോനെ കുറിച്ച് നല്ല അഭിപ്രായം നിൽക്കുന്നത്. പിന്നെ നമുക്ക് 1ാം ക്ലാസ് മുതലേ അവൻ പഠിക്കുന്നു, നൃത്തത്തില് താല്പര്യം കാണിച്ചു. LKG മുതലേ ചെയ്യുന്നുണ്ട്. അന്നേരം 1ാം ക്ലാസ് മുതൽ അവന് കലോത്സവ വേദിയിലേക്ക് പോകുന്നുണ്ട്. പിന്നെ ഈ പരിമിതങ്ങളായ ഒരുപാട് സാഹചര്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ടല്ലോ. അപ്പൊ ഇതില് മോനെ പഠിപ്പിക്കാൻ മറ്റെന്തെങ്കിലും സർക്കാരിന്റെ ഭാഗത്ത് എന്തെങ്കിലും ആനുകൂല്യങ്ങളോ കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടോ? അല്ല, ഇല്ല, സർക്കാരിന്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു ആനുകൂല്യം ഇതുവരെ വന്നില്ല. ഈ വർഷം നമുക്ക് പിന്നെ അവന്റെ കേരള നടനത്തിന്റെ പിന്നെ കോസ്റ്റ്യൂം എല്ലാം ഡിപ്പാർട്ട്മെന്റ് ഭാഗം കിട്ടിയിട്ടുണ്ട് ഈ വർഷം. ബാക്കി 2എണ്ണത്തിന്റെയും കൂടി ചെയ്യാന്നാണ് അവര് പറഞ്ഞിട്ടുള്ളത്. പോയിട്ടാണ് മോനെ ഡാൻസ് പഠിപ്പിക്കുന്നത്. കൂലിപ്പണിക്ക് പോയിട്ടാണ്. എത്രയായാലും അവനെ വളർന്നു വരുമ്പോ അവൻ നിങ്ങൾക്ക് ഒരു കൈത്താങ്ങാകും. അത് മാത്രമല്ല, നല്ല കലാരംഗത്ത് നല്ല ഉന്നതിയിലെത്തും. അത് സർവേശ്വരന്റെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ. അപ്പൊ പ്രേക്ഷകരെ, നമുക്ക് സച്ചൂസിന്റെ 1-2 സ്റ്റെപ്പൊക്കെ കാണണ്ടേ? എന്താ പറയണ്ടോ? നമ്മുടെ കൊല്ലത്ത് പോയി നമ്മള് കഴിഞ്ഞ വർഷം പോയപ്പോഴത്തേനും നമുക്ക് തിരിച്ച് ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോൾ നമുക്ക് സമുദായത്തിന്റെ മലയോട്ട് മഹാസഭയുടെ ജില്ലാ പ്രസിഡന്റ് CK കുഞ്ഞിരാമേട്ടന്റെ നേതൃത്വത്തിൽ സച്ചുവിനൊരു നല്ലൊരു സ്വീകരണം നമുക്കിവിടെ തന്നിട്ടുണ്ട്. സ്റ്റേറ്റിൽ പോയി വരുന്ന
വരുമ്പോ കഴിഞ്ഞ വർഷം കഴിഞ്ഞ വർഷം. ഇപ്രാവശ്യം നമുക്ക് സ്റ്റേറ്റിൽ പോകാനുള്ളതല്ലേ ഉള്ളൂ. ഇത് ജില്ലയുടെ ഒന്നും ജില്ലയുടെ ഇതുവരെ ഒന്നും ആയില്ല. ഇപ്പം റിസൾട്ട് എല്ലാം അറിഞ്ഞിങ്ങനെ നിൽക്കുന്നതല്ലേ ഉള്ളൂ. ഇവിടെ ഒന്നും ഇതുവരെ നാട്ടുകാരൊക്കെ സപ്പോർട്ടല്ലേ? നാട്ടുകാർ നമുക്ക് പൊതുവായിട്ട് അവന് കുറെ അനുമോദനങ്ങളൊക്കെ എല്ലാ ഭാഗത്തുനിന്നും കൊടുക്കുന്നുണ്ട്. നമ്മുടെ കടുമേനി നവരസയിലാണ് അവൻ ആദ്യം പഠിച്ചുകൊണ്ടിരുന്നത്. ഇപ്പൊ മാതമംഗലത്തിലേക്ക് മാറി. അത് പോയിട്ട് വരവൊക്കെ ചെലവ് തന്നെയല്ലേ? ചെലവന്നെ. ഇപ്പം അവനിപ്പോ അങ്ങോട്ട് സാരമില്ല, നിങ്ങളുടെ ഈ കഷ്ടപ്പെടുന്നതിന്റെ ഒരു ഫലം നിങ്ങൾക്ക് കിട്ടും. സച്ചൂസിലൂടെ ഏതായാലും സാധ്യമാകും. നിങ്ങൾക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ടല്ലോ, അത് ഈ മോഹനിലൂടെ സാധിക്കും. നമുക്ക് എന്റെ കുടുംബത്താണ് കൂടുതൽ നമുക്ക് സപ്പോർട്ട് വരുന്നത്. ചേച്ചിമാരല്ലേ? ലക്ഷ്മി അവരൊക്കെ. നിങ്ങൾക്ക് എന്തെങ്കിലും കഴിവുണ്ടായിരുന്നോന്ന്? ഇല്ല, എനിക്ക് അങ്ങനെ കഴിവില്ല. ചേച്ചിയുടെ മോളാണ് അവനെ ആദ്യം അറിയാം, ഒരുപാട് പേപ്പറിലൊക്കെ വന്നു. ഞാനങ്ങനെ നൃത്തത്തോട്, പിന്നെ അച്ഛന്റെ വലിയൊരു ആഗ്രഹമായിരുന്നു അവനെ ഒരു ഡാൻസർ ആക്കണം എന്നുള്ളത്. അത് അവന്റെ അച്ഛന്റെ ഒരു ആഗ്രഹം കൂടിയാണ്. അതല്ലേ? ആയിക്കോട്ടെ. അപ്പൊ നമുക്ക് സച്ചൂസിന്റെ കുറച്ച് സ്റ്റെപ്പൊക്കെ ഒന്ന് കാണാം അല്ലേ? സച്ചൂസേ നോക്കിയാലോ, ഒന്ന് അടിച്ച് പൊളിച്ചെന്നോ. സച്ചൂസേ വളരെ നന്നായിട്ടുണ്ട്, അടിപൊളി ഡാൻസ്. അറിയാതെ നമ്മൾ പോലും അല്പം എന്തെങ്കിലും എക്സ്പ്രഷൻ നമുക്ക് വന്നു. വളരെ നന്നായിട്ടുണ്ട്. അമ്മ വാ, സച്ചൂസിന്റെ അമ്മയാണ്. അപ്പൊ എന്താ അമ്മയ്ക്ക് ഇനി എന്തെങ്കിലും പറയാനുണ്ടോ? ഇനി എനിക്ക് ഒരു കാര്യം പറയാൻ വിട്ടുപോയി ഞാൻ മുമ്പേ. അത് നമുക്ക് ഉദിനൂര് ജില്ലാ കലോത്സവത്തിന് പോയപ്പോഴത്തേനും നമുക്ക് താമസ സൗകര്യം അവിടെ ഉദിനൂരിന്റെ ടീച്ചർ വനജ ടീച്ചറാണ് നമുക്ക് ഒരുക്കി തന്നത്. ഭാസ്കരൻ സാറും കൂടി നമുക്ക് അതില് അവിടെ നമുക്ക് പൂർണ്ണ സപ്പോർട്ടായിരുന്നു. സ്കൂളിലത്തെ ടീച്ചറാ വനജ ടീച്ചർ. അപ്പൊ അവരുടെ ഇല്ല, നമുക്ക് അങ്ങനെ അറിയില്ല. നമ്മളിങ്ങനെ പിന്നെ ചേച്ചിയാണ് അത് ബന്ധപ്പെട്ടെല്ലാം ചെയ്തത്. അപ്പോഴത്തേനും അവിടെ നമുക്ക് താമസ സൗകര്യം ഞങ്ങൾ 27-ാം തീയതി ഇവിടെ നിന്ന് പോയി. 27-ാം തീയതി അവിടെ സ്റ്റേ ചെയ്തു. 28-നും ചെയ്തു. 29-ാം തീയതി രാവിലെയാണ് ഞങ്ങൾ വന്നത്. ഫുഡ് കാര്യങ്ങളെല്ലാം ടീച്ചറിന്റെ വീട്ടിൽ. അത് നമുക്ക് വലിയൊരു അനുഗ്രഹമാണ്. ഓർമ്മിക്കുന്നുണ്ട്. അപ്പോ എവൻ ന്യൂസിന്റെ പ്രിയ പ്രേക്ഷകരെ, സച്ചുവിന്റെ അമ്മ പറയുന്നത് കേട്ടല്ലോ. അവർക്ക് ആ ഉദിനൂര് പോയപ്പം ആ ഭാസ്കരൻ മാഷല്ലേ, ആ മാഷ് വനജ ടീച്ചർ, അവരൊക്കെ ചെയ്ത ഹെൽപ്പുകൾ, അതുപോലെ ഈ സച്ചൂസിനെയും ഈ ഫാമിലിയെ നിങ്ങൾ ഓരോരുത്തരിലേക്ക് ഏൽപ്പിക്കുകയാണ്, ഈ കലാകാരനെ. അപ്പൊ സച്ചൂസ് ഇപ്പൊ മറ്റു കുട്ടികൾ ക്ലാസ് കൊടുക്കും, അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടോ? ഞാന് പിന്നെ ഈ കഴിഞ്ഞ ഇടയ്ക്ക് സബ് ജില്ലാ കലോത്സവത്തിന് ഒരു കുഞ്ഞിനെ ഫോക്ക് ഡാൻസ് പഠിപ്പിച്ചിട്ട് എ ഗ്രേഡ്. എവിടെയുള്ള കുട്ടി? ഇവിടെ തന്നെ നമ്മുടെ ഉന്നതിയിൽ തന്നെ പഠിക്കുന്ന കണ്ണിവേലി സ്കൂളിൽ പഠിക്കുന്നത്. പ്രൈസ് ഉണ്ടായിരുന്നു? എ ഗ്രേഡ് ഉണ്ടായിരുന്നു. മാഷിനോട് ചോദിച്ചിട്ട്, അങ്ങനെ ആരെങ്കിലും ചോദിക്കുന്ന സമയത്ത് അന്നേരം തന്നെ സതീഷ് മാഷിനോട് ചോദിക്കും. അങ്ങനെ ഒരാൾ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ആശാനോട് ഒരു ഗുരുത്വം എപ്പോഴും വേണമല്ലോ, അത് നല്ലതാണ്. അപ്പൊ പഠിപ്പിക്കുമ്പോ അത് മാത്രല്ല, വീണ്ടും സച്ചൂസിന് വീണ്ടും പഠിക്കാനുള്ള ഒരു അവസരമാണ് അല്ലെ? നമ്മൾ ഒരിക്കലും തീരുന്നില്ല. കലാപരമായി ഈ നൃത്തവും സംഗീതവും ഒന്നും ഒരിക്കലും പഠിച്ചാൽ തീരുന്നില്ലല്ലോ. അപ്പൊ സച്ചൂസെ, ഇനി ഇതുപോലെയുള്ള കുട്ടികൾ, നല്ല കഴിവുള്ള കുട്ടികൾ വരുവാണെങ്കിൽ പഠിപ്പിക്കാൻ തയ്യാറല്ലേ? ഇനിയിപ്പം ആരെങ്കിലും പിന്നെ ചോദിക്കുകയാണെങ്കിൽ പഠിപ്പിക്കാനെന്ന് ആഗ്രഹം, മാഷിന്റെ അനുവാദത്തോടുകൂടി പഠിപ്പിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പിന്നെ അതുപോലെ ഇപ്പൊ അല്ല, കുറെ വലുതായിരിക്കും. മാഷ് എന്താ പറയുന്നത് ചോദിക്കുമ്പോ പഠിപ്പിച്ചോന്ന് പറയുന്നത്? മാഷ് പഠിപ്പിച്ചോ താല്പര്യം തന്നെ. മാഷോട് എന്നാലും ഒരു പെർമിഷൻ വാങ്ങണം. എപ്പോഴും മാഷിനോട് വിളിച്ച് ചോദിക്കാറുണ്ട്. പിന്നെ അതുപോലെ ഇപ്പഴല്ല, കുറെ വർഷമെല്ലാം കഴിയുമ്പോഴത്തേക്കും നല്ലൊരു ജോലിയൊക്കെ കിട്ടി കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പൊ എന്നെ പോലെ സാമ്പത്തികമായി പുറകോട്ട് നിൽക്കുന്ന കുട്ടികളെ ഫ്രീ ആയിട്ട് പഠിപ്പിക്കണം. നല്ലൊരു മനസ്സാണത്. ഇപ്പോഴേ അങ്ങനത്തെ ചിന്താഗതികൾ കാര്യം നമ്മൾ ആ വളർന്ന സാഹചര്യം നമുക്ക് അറിയാലോ. അത് നല്ലൊരു കാര്യം സച്ചൂസേ. അപ്പോ അവന് ഭാവിയിൽ ഒരു ജോലി കിട്ടി കഴിയുമ്പോൾ അവൻ ഇതുപോലെയുള്ള കഴിവുള്ള കുട്ടികൾ, അത് മറ്റ് ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് പഠിക്കാൻ പറ്റാത്ത കുട്ടികളെ സൗജന്യമായിട്ട് പഠിപ്പിക്കണമെന്നാണ് ഈ കൊച്ചുമിടുക്കൻ്റെ ആഗ്രഹം. അതും സർവശക്തൻ സാധ്യമാക്കട്ടെ. നമ്മുടെ ഓരോ കൈത്താങ്ങും ഈ കലാകാരനെ ഒരുപാട് ഉന്നതിയിലേക്ക് എത്താൻ സഹായിക്കും. അതുകൊണ്ട് എല്ലാ പ്രേക്ഷകരും ഏറ്റെടുക്കണം. നമ്മുടെ ഈ പ്രോഗ്രാം സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ
സച്ചൂസിൻ്റെ എല്ലാ വിവരങ്ങളും നിങ്ങൾ അറിയുക. ഇനിയും എല്ലാ പ്രാർത്ഥനയും പ്രോത്സാഹനം ഉണ്ടാകണം. ഈ കൊച്ചു കലാകാരൻ്റെ കൂടെ നമ്മൾ A1 ന്യൂസ് എപ്പോഴും ഉണ്ട്. അതുപോലെ ഇത് നമ്മുടെ ഒരു തുടക്കം മാത്രമാണ്. ഇനി ഒരുപാട് കലാകാരന്മാരെ നമ്മൾ ഇതുപോലെ ഇങ്ങനെ കൊണ്ടുവരും. A1 ന്യൂസിൻ്റെ നമ്മുടെ ഈ പ്രോഗ്രാമിലൂടെ കൊണ്ടുവരും, നമുക്ക് ചുറ്റും എന്ന പ്രോഗ്രാമിലൂടെ. അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരുടെയും നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇതുപോലെ പ്രോഗ്രാമുകൾ കാണുക, ഇതുപോലെ മിടുക്കന്മാരെ വളർത്തിയെടുക്കാൻ പ്രേക്ഷകർ ഓരോരുത്തരും എല്ലാവിധ സഹായങ്ങളും ചെയ്യണം. ഒത്തിരി സ്നേഹത്തോടെ A1 ന്യൂസിന് വേണ്ടി മനോജ് കടുമേൽ. മലയോരത്തിന്റെ വാണിജ്യ കേന്ദ്രമായ പാടിയോട്ടുചാലിൽ ലേഡീസിന് മാത്രമായി ഒരു വസ്ത്ര വ്യാപാര കേന്ദ്രം. അൻവി ടെക്സ്റ്റൈൽസ്, പഴയ ബസ് സ്റ്റാൻഡ്, ഗാലക്സി കോംപ്ലക്സ്, പാടിയോട്ടുചാൽ. ലേഡീസിന് മാത്രമായി ഏറ്റവും പുതിയ മോഡലുകൾ, ചുരിദാർ സെറ്റുകൾ, കുർത്ത, ടോപ്പുകൾ, ഫാൻസി ഷാളുകൾ മുതലായവ ഏറ്റവും മിതമായ നിരക്കിൽ നിങ്ങളിലേക്ക്. അൻവി ബിയോണ്ട് ദ ലൂം, ഗാലക്സി കോംപ്ലക്സ്, പാടിയോട്ടുചാൽ. ഫോൺ 9964670511.